വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസോ. അപ്പൊ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അതായത് നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള PSUസിനൊക്കെ ഇഷ്ടംപോലെ റിക്രൂട്ട്മെന്റും അതേപോലെ നോട്ടിഫിക്കേഷൻസും വേക്കൻസീസും ഒക്കെ ഉണ്ട്. അതേപോലെ കേരളത്തിലെ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം എങ്ങനെയാണ്, അത് PSCക്ക് വിട്ടിട്ടില്ല എന്നുള്ള നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ എങ്ങനെയാണ് നിയമിക്കുന്നുണ്ടാവുക? എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടാണോ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക? അതേപോലെ ഇനി എപ്പോഴാണ് റിക്രൂട്ട്മെന്റ് വരിക? അങ്ങനെയൊക്കെ നിങ്ങൾ പലരും സംശയങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു സംശയത്തിനൊക്കെ ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം എങ്ങനെയാണ്, എന്താണ് KPESRB. ഓക്കെ, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോകാം. അപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിൽ എന്താ ഇഷ്ടംപോലെ വ്യവസായ വകുപ്പിന്റെ അണ്ടറിലുള്ള ഇഷ്ടംപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. SAF ഉണ്ട്, KML ഉണ്ട്, ട്രാവൻകൂർ സിമന്റ്സ് ഉണ്ട് അല്ലെ, അങ്ങനെ സിമന്റ്സ് കുറെ ഫാക്ടറി ഉണ്ട്, അതേപോലെ കുറെ അങ്ങനെ കുറെ ഉണ്ട്. PSCക്ക് വിടാത്ത കുറെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് SIFL, അതുപോലെ KMML. അപ്പൊ SIFL ലാസ്റ്റ് വന്ന റിക്രൂട്ട്മെന്റ് ആണിത്. ഇതിലിപ്പം ഇലക്ട്രിക്കലിന് ഒരു വേക്കൻസി, മെക്കാനിക്കലിന് 5 വേക്കൻസി, മെറ്റലർജി എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത് മുന്നത്തെ സ്കെയിലാണ്. ഇപ്പം സ്കെയില് റിവൈസ് ആയിട്ടുണ്ടാവും. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ KML റിക്രൂട്ട്മെന്റ് ജൂനിയർ ടെക്നീഷ്യൻ 38, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 7, ഓക്കെ, സേഫ്റ്റി ഓഫീസർ 1, ടോട്ടൽ 41. അപ്പൊ മുന്നേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതാത് കമ്പനികൾ, അതാത് സ്ഥാപനങ്ങൾ എന്താ ഇൻഡിവിജ്വൽ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുകയാണ് ചെയ്യാറ്. അവരെന്താ ഒരു ഫീ വാങ്ങിക്കും, ഫീ വാങ്ങിച്ചിട്ട് എന്താ ഒരു ഷോർട്ട് ലിസ്റ്റ് എക്സാം നടത്തും, എക്സാം നടത്തിയിട്ട് എന്താ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ SIFLന്റെ കേസിൽ പറയുന്നത് മെക്കാനിക്കലിന്റെ മാത്രം എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കലിന്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ KMLന്റെ കേസിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്കും അതേപോലെ ജൂനിയർ ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്കും അവർ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ എക്സാം ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ എന്താ ആ ഒരു സമയത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതേപോലെ എല്ലാ റിക്രൂട്ട്മെന്റും അതാത് സ്ഥാപനങ്ങൾ മാത്രമായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ പല ഡിസ്കഷനൊക്കെ നടന്നതിന് ശേഷം ഇതിനൊക്കെ പകരം എന്താ ഒരു റിക്രൂട്ട്മെന്റ് ബോഡി, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പോലെ, PSC എന്ന് പറയുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് എന്താ ഒരു റിക്രൂട്ട്മെന്റ് ബോഡി നിലവിൽ വന്നു. ഒരു 6 മാസമായിരുന്നു നിലവിൽ വന്നിട്ട്. അപ്പം ഇത് ഇനിയുള്ള വേക്കൻസീസ് ഇപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ എന്താ അതിലേക്ക് പോകുന്നുണ്ടാവും. എന്നിട്ട് എന്താ പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ കൂടി റിവേഴ്സ് നോട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ ഇറക്കുന്നുണ്ടാവും. അതേപോലെ ഇതിലും ഇലക്ട്രിക്കൽ കേസിലൊക്കെ എന്താ പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇറക്കുന്നുണ്ടാവും. അതാണ് എന്താ നമ്മളെ KPESRB എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ അതായത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡ്, അത് നിലവിൽ വന്നിട്ട് ഏകദേശം 6 മാസം ആയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട എന്താ നോട്ടിഫിക്കേഷനോ വിജ്ഞാപനങ്ങളോ ഒന്നും എന്താ ഇതുവരെ വന്നിട്ടില്ല. ഈ ഡിസംബറിൽ എന്താ അതിന്റെ വിജ്ഞാപനം ഇറങ്ങാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് എന്താ ഏജ് കഴിയാനവർക്ക് എന്താ ഇനിയോട്ട് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോ ഇതിൽ ടെക്നിക്കലിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. അത് കുറെ മലബാർ സിമെന്റ്സ്, ട്രാവൻകൂർ കോച്ചിങ് മിൽസ്, അങ്ങനെ ഇഷ്ടംപോലെ പൊതുമേഖല സ്ഥാപനമുണ്ട്. ഏതൊക്കെയാണെങ്കിലും നമുക്ക് പോകാം. അപ്പൊ അതിലേക്ക് എന്റെ ജസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ എന്റെ ജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ടെക്നിക്കലിലേക്ക് എന്താ ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. അതായത് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള 20 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ PSCക്ക് വിടാത്ത നിയമനങ്ങൾക്കാണ് ബോർഡ് രൂപവത്കരിച്ചത്. അതാണ് KPESRB. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും സ്ഥാപനങ്ങൾ ബോർഡിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനാകാത്തത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്ന് വിവരാവകാശ ചോദ്യത്തിന് ബോർഡ് അധികൃതർ ഒഴുക്കൻ മറുപടി നൽകുകയായിരുന്നു. ഓക്കെ, ബോർഡിന് കൈമാറിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാകട്ടെ സാങ്കേതിക തസ്തികകളിൽ ഉൾപ്പെടെ നിരവധി ഒഴിവുകളുണ്ട്. താൽക്കാലികക്കാരെ നിയോഗിച്ച് ജോലികൾ ചെയ്യിക്കാനാണ് അധികൃതർക്ക് താല്പര്യം. അങ്ങനെ ആകുമ്പോഴെന്താ അവർക്ക് ഇത്രയും എന്താ പറയണ്ട സാലറി ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിലെന്താ നിങ്ങൾക്ക് www.kpsrb.kerala.gov.in കയറി കഴിഞ്ഞാൽ അതിലെന്താ വൺ ടൈം രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ എന്താ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഇതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റ് ബോർഡിന് നിയമനം കൈമാറിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ KML, മലബാർ സിമന്റ്സ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ട്രാവൻകൂർ സിമന്റ്സ്, കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, സ്റ്റീൽ ഇന്ത്യ ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് SIFL, സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള, ഓട്ടോകാസ്റ്റ്, കേരള ഓട്ടോമൊബൈൽസ് മെറ്റൽ ഇൻഡസ്ട്രീസ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാൻഡെക്സ്, ട്രാക്കോ കേബിൾസ് കമ്പനി, കേരള സ്റ്റാറ്റിക് കാഷ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളുണ്ട്. അപ്പോ
ടെക്നിക്കലിന് ഇഷ്ടംപോലെ വേക്കൻസീസ് ഇത്രയും സ്ഥാപനങ്ങളിലുണ്ട്. അപ്പൊ അവരെന്ത് ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല. അപ്പോ നെക്സ്റ്റ് ഇയർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ PSC ക്ക് വിടാത്ത നിയമനങ്ങളാണ്. അതിന് പകരം കേരള KPSRB എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ്, കേരള കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നുള്ള രീതിയിൽ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് അവരെന്ത് രൂപീകരിച്ചിട്ടുണ്ട്. 6 മാസമായിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് ഇയർ 2024 ജനുവരി ഫെബ്രുവരി മാർച്ച് കാലങ്ങളിൽ ഒരു കുറച്ച് ഒഴിവുകൾ ഉണ്ടാവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലില് റിക്രൂട്ട്മെന്റ് അങ്ങനെയും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്നാ താങ്ക് യു.